പുൽവാമയിൽ ജീവൻ ബലിദാനം നൽകിയ ധീര സൈനികരുടെ ത്യാഗത്തെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ അർപ്പണ സേവന ബോധം ഓരോ ഭാരതീയന്റെയും ഹൃദയബോധങ്ങളിൽ എന്നെന്നും നിലനിൽക്കും. ഓരോ ഭാരതീയനും അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊള്ളുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, 2019 ഫെബ്രുവരി 14 ഭാരതത്തിൻ്റെ 40 സൈനികരെ CRPF ജവാന്മാരെ നമുക്ക് പുൽവാമയിൽ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ ബോംബാക്രമണത്തിൽ നഷ്ടമാകുന്നത്. അതിന് ആധുനിക ഭാരതം ശക്തമായ തിരിച്ചടി നൽകി. നമുക്കറിയാം, ഫെബ്രുവരി 26 2019 ഫെബ്രുവരി 26 നേരം പുലരുമ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ബാലാക്കോട്ടിലെ ഇസ്ലാമിക സ്കൂളുകൾ മുഴുവൻ നമ്മുടെ സൈന്യം തകർത്തിരുന്നു. അപ്പോൾ ശക്തമായ തിരിച്ചടി നൽകി. അന്ന് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഈ ജീവത്യാഗം വെറുതെയാകില്ല എന്നുള്ളത്. ആ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, ഓരോ ഭാരതീയൻ്റെയും ഹൃദയങ്ങളിലുണ്ട്. എന്താണ് ഇന്ന് 7 വയസ്സ് തികയുകയാണല്ലോ പുൽവാമയ്ക്ക്. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത്? ഗൗതം, പുൽവാമയിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്, അതിലുപരി രാജ്യത്തിന് 40 ധീര ജവാന്മാരെ നഷ്ടമായിട്ട് ഇന്നേക്ക് 7 വർഷം തികയുകയാണ്. ആ അവസരത്തിലാണ് ആ ധീരന്മാരുടെ ത്യാഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിക്കുന്നത്, അവർക്ക് ആദരമർപ്പിക്കുന്നത്. അദ്ദേഹം അവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് എക്സിൽ വ്യക്തമാക്കിയത് ആ ജവാന്മാരുടെ അർപ്പണ മനോഭാവം, സേവന മനോഭാവം എല്ലാ ഭാരതീയരുടെയും ഹൃദയത്തിലെന്നും ഉദിച്ചു നിൽക്കും. അത് ഭാരതീയർക്ക് മുൻപോട്ടുള്ള യാത്രയ്ക്ക് പ്രേരണയാകും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് ഭീകരർക്ക് കനത്ത മറുപടി നൽകണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു ഫെബ്രുവരി 26 2019 ഫെബ്രുവരി 26 ബലാക്കോട്ടിൽ നമ്മൾ കണ്ട എയർ സ്ട്രൈക്ക്. പുൽവാമയിൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന CRPF ജവാന്മാരെയായിരുന്നു അന്ന് ഭീകരർ ലക്ഷ്യം വെച്ചത്. 100 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അവിടെ ഒരു മലയാളി ഉൾപ്പെടെ 40 CRPF ജവാന്മാരെ, രാജ്യത്തിൻ്റെ ധീരപുത്രന്മാരെ നമുക്ക് നഷ്ടമായി. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അഖണ്ഡതയ്ക്ക് മേലുള്ള ഒരു കടന്നുകയറ്റത്തിനും മറുപടി നൽകാതെ വിട്ടുപോകില്ല എന്ന ദൃഢനിശ്ചയം ആധുനിക ഭാരതത്തിലുണ്ട്. അതിനാണ് എയർ സ്ട്രൈക്ക്, അതിനുശേഷം ഉറിക്ക് ശേഷം നടന്ന സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും ഏറ്റവും ഒടുവിലെ ഓപ്പറേഷൻ സിന്ദൂറുമെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ നിലവിൽ ഭാരതം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പ്രതിരോധ മേഖല പൂർണ്ണമായും ശക്തമാക്കിക്കൊണ്ട് ഭാരതം എല്ലാ മേഖലയിലും മുൻപോട്ട് പോകുമ്പോൾ സൈനികപരമായി പ്രതിരോധ രംഗത്തും കരുത്താർജിക്കണം, ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറാകണം എന്ന വ്യക്തമായ ഭരണകൂടത്തിനുണ്ട്, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിനുണ്ട്. അദ്ദേഹം ഇന്ന് പുൽവാമയിൽ ഈ ഭീകരാക്രമണത്തിന് 7 വയസ്സ് തികയുമ്പോൾ അവിടെ പരമത്യാഗം ചെയ്ത, ജീവത്യാഗം ചെയ്ത സൈനികർക്ക് ആദരമർപ്പിക്കുകയാണ്. ഗൗതം. ശരി ജിഷ്ണു, പുൽവാമയിലെ നമ്മുടെ സൈനികരുടെ ജീവത്യാഗത്തിന് ഇന്ന് 7 വർഷം തികയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ അനുസ്മരിക്കുകയായിരുന്നു.